ഡിവിസിബിലിറ്റി, ദ ഡിവിഷൻ അൽഗോറിതം, ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സിൻ്റെ ഡിവിഷൻ അൽഗോറിതത്തിനെ പറ്റി നമുക്ക് നോക്കാം. എപ്പോഴാണ് നമുക്കൊരു ഇൻറ്റീജറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴാണ് ഒരു ഇൻറ്റീജറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അവിടുത്തെ എന്താണ് കുറച്ച് അൽഗോറിതം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഡിവിസിബിലിറ്റിയിലെ അല്ലേ നമ്മുടെ അൽഗോറിതം വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് എ എന്ന് പറയുന്നത് എനി ഇൻറ്റീജർ, ഏത് ഇൻറ്റീജർ വേണമെങ്കിലും ആകാം. നെഗറ്റീവ് ഇൻറ്റീജർ ആകാം, സീറോ ആകാം, പോസിറ്റീവ് ഇൻറ്റീജർ ആകാം. ഓക്കെ ആണല്ലോ. എ എന്ന് പറയുന്നത് എനി ഇൻറ്റീജർ. ബി എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ. ഏതൊക്കെയാണ് പോസിറ്റീവ് ഇൻറ്റീജർ? 1, 2, 3, 4 എക്സെട്ര. ഇതാണ് ബി. ക്യൂവും ആറും. ക്യൂ ആർ എന്താണ്? യുണീക്ക് ഇൻറ്റീജേഴ്സ് ആണ്. എന്താണ് യുണീക്ക് ഇൻറ്റീജേഴ്സ് എന്ന് നമുക്ക് വഴിയെ മനസ്സിലാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കിട്ടിയല്ലോ. എ എന്ന് പറയുന്നത് എനി ഇൻറ്റീജർ, ബി പോസിറ്റീവ് ഇൻറ്റീജർ, ക്യൂ ആറും യുണീക്ക് ഇൻറ്റീജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിനെ ക്യൂ ബി പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും. എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ. ഇതാണ് ഡിവിഷൻ അൽഗോറിതം. ആർ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോയും, സോറി, ആർ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയും ലെസ് ദാൻ ബിയും ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഡിവിഷൻ അൽഗോറിതം പറയുന്നത്. എയിനെ നമുക്ക് ക്യൂ ബി പ്ലസ് ആറിൽ അല്ലെ ക്യൂ ബി പ്ലസ് ആർ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ ക്യൂ എന്ന് പറയുന്നത് ക്വോഷ്യൻ്റ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ക്വോഷ്യൻ്റ്. അപ്പോൾ ആർ എന്താണ്? ആറ് റിമൈൻഡർ. ഓക്കെ, എയിനെ നമുക്ക് ക്യൂ ബി പ്ലസ് ആർ എന്ന ഫോമിൽ എഴുതാൻ പറ്റണം. ആർ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയും ലെസ് ദാൻ ബിയും ആയിരിക്കും. ഇതാണ് ഡിവിഷൻ അൽഗോറിതം ഇൻ കേസ് ഓഫ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇവിടെ എ നോക്കിയേ. എ എന്ന് പറയുന്നത് 103യും ബി എന്താണ്? 31 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എയിനെ എന്ത് ചെയ്യണം? ക്യൂ ബി പ്ലസ് ആർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ക്യൂ കോഷ്യൻറ്റും കിട്ടും, ആർ റിമൈൻഡറും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്താണ്? 103. എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ. എ ഈസ് ഈക്വൽ ടു 103 ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ. ഇവിടെ ഞാൻ Q3 എന്ന് എടുക്കാം. 3 ഇൻറ്റു 31 പ്ലസ് 10. 103 എനിക്ക് 3 ഇൻറ്റു 31 പ്ലസ് 10 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്യൂ കോഷ്യൻ്റ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു 10. ഓക്കെ അല്ലേ? ഇവിടെ റിമൈൻഡർ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയും ലെസ് ദാൻ ബിയും ആയിരിക്കണം. റിമൈൻഡർ നോക്കിയാൽ റിമൈൻഡർ ഇവിടെ 10 അല്ലേ? ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ലെസ് ദാൻ ബി ആണോ നോക്കാം. ബി എത്രയാണ് ഇവിടെ? ബി എന്താണ്? 31 ആണ്. ലെസ് ദാൻ എന്താണ്? ബി ആണ്. 10 എന്താണ്? ലെസ് ദാൻ ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ 103യെ നമുക്ക് 31 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിവിഷൻ അൽഗോറിതം ഫോളോ ചെയ്യുന്നുണ്ട്. എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ ഫോം ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് എ ഈസ് ഈക്വൽ ടു 17 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 10. അപ്പം നമ്മുടെ ഡിവിഷൻ അൽഗോറിതം പ്രകാരം എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ. ആറിൻ്റെ വാല്യൂ 6. ആർ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ലെസ് ദാൻ ബി ആണ്. അപ്പോൾ ഇവിടെ 17 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതണം? ഇവിടെ എങ്ങനെ എഴുതണം? 1 ഇൻറ്റു 10 പ്ലസ് 7. ഓക്കെ അല്ലേ? അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 7. ആർ എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആറിനെ എങ്ങനെ എഴുതണം? ആർ എങ്ങനെ എഴുതണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ ബിയും.
ഈ ഒരു രീതിയിലായിരിക്കണം R എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അല്ലാതെ നമുക്ക് എന്താണ് 17 നമുക്ക് ഒരുപാട് രീതിയിൽ എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. R എന്തായിരിക്കണം? R എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ ബിയും ആയിരിക്കണം. ഓക്കെ അല്ലേ? Find the quotient and remainder when 207 is divided by 15. 207 is divided by 15. അപ്പോൾ ഇവിടെ A എന്താണ്? A is equal to 207 and B is equal to 15. എയിനെ അല്ലേ നമ്മൾ B കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ A 207ഉം B എന്താണ്? 15ഉം ആണ്. ഇവിടെ കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡറും. ഓക്കെ, ക്യൂവും ആറും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ A ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ. 207 ഈസ് ഈക്വൽ ടു ക്യൂ ബി. ക്യൂ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഇൻറ്റീജർ ആണ്. അപ്പം എന്ത് വരും ഇവിടെ നമുക്ക് 15 അല്ലേ? ക്യൂ നമുക്ക് 13 എടുക്കാം. 13 ഇൻറ്റു 15 പ്ലസ് 12. 207 നമുക്ക് 13 ഇൻറ്റു 15 പ്ലസ് 12 ഇങ്ങനെയാണ് ഇവിടെ എഴുതാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ക്യൂ എന്ത് വരും? ക്യൂ ഈസ് ഈക്വൽ ടു, ക്യൂ ഇവിടെ 13 ആണ്, ആർ എന്താണ്? 12 ആണ്. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷൻ കൂടി അറിയാം. ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ബി. നോക്കിയേ, ആറ് 12 അല്ലേ? 12 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ലെസ് ദാൻ ബി ആണോ എന്നും കൂടെ നോക്കാം. ബി എത്രയാണ് ഇവിടെ? ബി എന്ന് പറയുന്നത് 15 ആണ്. ബി എന്ന് പറയുന്നത് 15 ആണ്. 12 ലെസ് ദാൻ 15 അല്ലേ? 12 ഇവിടെ ലെസ് ദാൻ ബി ആണ്. ആർ എന്താണ്? ലെസ് ദാൻ ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഷ്യൻ്റ് റിമൈൻഡറും കിട്ടി, 13 ആൻഡ് 12. ഓക്കെ, അടുത്ത നോക്കിയേ. ഫൈൻഡ് ദി കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ വെൻ -23 ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഇവിടെ എ എത്രയാണ്? എ ഈസ് ഈക്വൽ ടു -23 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 5. ഓക്കെ, എ എന്ന് പറയുന്നത് -23 ആണ്. നമ്മൾ ഡിവിഷൻ അൽഗോരിതം പറഞ്ഞപ്പം നമ്മൾ നോക്കിയായിരുന്നു. എ എന്ന് പറയുന്നത് എനി ഇൻറ്റീജർ. എ എന്ന് പറഞ്ഞാൽ ഏത് ഇൻറ്റീജർ വേണമെങ്കിലും ആകാം. പോസിറ്റീവ് ഇൻറ്റീജർ ആകാം, നെഗറ്റീവ് ഇൻറ്റീജർ ആകാം, 0 ആകാം, ഒരു പ്രശ്നമില്ല. ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം. നോക്കിയാൽ 5 എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ഇവിടെ 15 നമ്മൾ എടുത്തിരുന്നത് അതും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ ഈ ഒരു ഫോമിൽ എഴുതണം. എ എന്ന് പറഞ്ഞാൽ -23 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ഓർക്കണം. റിമൈൻഡർ എന്തായിരിക്കണം? റിമൈൻഡർ പോസിറ്റീവ് ആയിരിക്കണം അല്ലേ? റിമൈൻഡർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. നോക്കിയേ, റിമൈൻഡർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ ബിയും. എന്ന് വെച്ചാൽ റിമൈൻഡർ എന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. റിമൈൻഡർ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിവിടെ ക്യൂ ബി പ്ലസ് ആർ ഫോം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പം നമുക്ക് ഒരുപാട് മോസ്റ്റ് കേസസിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ഇൻറ്റു, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാം? ക്യൂ എഴുതാം. -4 ഇൻറ്റു 5 പ്ലസ് -3. മോസ്റ്റ് കേസിലും അല്ല, എല്ലാവരും ഈ ഒരു രീതിയിലാണ് -23 നമ്മൾ ക്യൂ ബി പ്ലസ് ആർ ഫോമിൽ എഴുതുന്നത്. ഇതെന്താണ്? തെറ്റാണ്. ഇതെന്താണ്? തെറ്റാണ്. കാരണം ക്യൂ ഇവിടെ -4. ക്യൂ എന്താണ്? കോഷ്യൻ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഇൻറ്റീജർ വേണമെങ്കിലും ആകാം, പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് ഇൻറ്റീജർ അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജർ ആകാം, പ്രശ്നമില്ല. പക്ഷേ റിമൈൻഡർ ഇവിടെ നോക്കിയേ, -3 ആണ്. റിമൈൻഡർ
ഇവിടെ നെഗറ്റീവ് ഇൻറ്റീജർ ആണ് വന്നിരിക്കുന്നത്. റിമൈൻഡർ എന്താണ്? നെഗറ്റീവ് ഇൻറ്റീജർ വരത്തില്ല. റിമൈൻഡർ ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജറേ വരത്തുള്ളൂ. അപ്പോൾ എന്താണ്, ഈ -23 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഇതെന്താണ്? തെറ്റാണ്. അപ്പോൾ -23 നമുക്ക് കറക്റ്റ് എങ്ങനെയാണ് QB+R ഫോമിൽ എങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതും? -23 ഈസ് ഈക്വൽ ടു റിമൈൻഡർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ Q എന്തായിരിക്കണം? -5 ആയിരിക്കണം ഇൻറ്റു 5 പ്ലസ് ഇതിപ്പോൾ എന്ത് വരും? -5 ഇൻറ്റു 5 -25 ആണ്. നമുക്ക് -23 ആണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവിടെ ഒരു +2 ആഡ് ചെയ്താൽ മതി. ഇവിടെ ഒരു +2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കോഷ്യൻ്റ് കിട്ടിയില്ലേ? കോഷ്യൻ്റ് ഈസ് ഈക്വൽ ടു -5, റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. ഓക്കെ അല്ലേ? അടുത്തത് ഫൈൻഡ് കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ വെൻ -325 ഈസ് ഡിവിസിബിൾ ബൈ 13. A is equal to QB plus R and R greater than or equal to 0 less than B. അപ്പോൾ ഇവിടെ -325 is equal to നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 13 ഇൻറ്റു -25 പ്ലസ് 0 ഇങ്ങനെയാണ് -325 എഴുതുന്നത്. അപ്പോൾ നമുക്കിവിടെ കോഷ്യൻ്റ് Q ഈസ് ഈക്വൽ ടു 13, റിമൈൻഡർ R ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അടുത്തത് ഫൈൻഡ് Q ആൻഡ് R വെൻ 169 ഈസ് ഡിവിസിബിൾ ബൈ 13. A ഈസ് ഈക്വൽ ടു QB പ്ലസ് R. അപ്പോൾ ഇവിടെ A 169 ഈസ് ഈക്വൽ ടു Q എന്തായാലും എടുക്കാം. Q എന്താണ്? സിമ്പിൾ 13 ആണ് ഇൻറ്റു 13. 13 ഇൻറ്റു 13 169 ആണ്. അപ്പം റിമൈൻഡർ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ Q ഈസ് ഈക്വൽ ടു 13 ആൻഡ് R ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ R എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ B. ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്തിട്ട് വേണം നമുക്ക് തന്നിരിക്കുന്ന എയിനെ QB+R ഫോമിൽ എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് എന്താണ്, ഒരുപാട് രീതിയിൽ A = QB+R ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതെന്താണ്, കറക്റ്റ് അല്ല. കറക്റ്റ് ആയിട്ടുള്ള ഫോം എപ്പോഴാണ്? R എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ B ആയിരിക്കണം. ഇതാണ് നമ്മുടെ ഡിവിഷൻ അൽഗോരിതം. ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ നമ്മുടെ ഡിവിഷൻ അൽഗോരിതം വരുന്നത്. ഓക്കെ അല്ലേ?